നമസ്കാരം. എലമെൻ്റൽ PSCയുടെ മാത്സ് റിവിഷൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്പേഴ്സ് ആൻഡ് ബേസിക് ഓപ്പറേഷൻ പാർട്ട് 1 ആണ് നോക്കുന്നത്. സോ ഫസ്റ്റ് വൺ, നാച്ചുറൽ നമ്പേഴ്സ്. നാച്ചുറൽ നമ്പേഴ്സ് അഥവാ എണ്ണൽ സംഖ്യകൾ അഥവാ നിസ്സർഗ സംഖ്യകൾ 1, 2, 3 തുടങ്ങിയവയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഹോൾ നമ്പേഴ്സ് അഥവാ അഖണ്ഡ സംഖ്യകൾ 0, 1, 2, 3, 4, 5 അങ്ങനെ പോകുന്ന പൂജ്യവും എണ്ണൽ സംഖ്യകളും കൂടി ചേർന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അഖണ്ഡ സംഖ്യകൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഈവൻ നമ്പേഴ്സ് അഥവാ ഇരട്ട സംഖ്യകൾ 2, 4, 6, 8, 10 തുടങ്ങി പോകുന്നവയാണ് ഇരട്ട സംഖ്യകൾ. നെക്സ്റ്റ്, ഓഡ് നമ്പേഴ്സ് അഥവാ ഒറ്റ സംഖ്യകൾ 2 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 1 വരുന്ന എണ്ണൽ സംഖ്യകൾ, ഇവയാണ് ഒറ്റ സംഖ്യ. 1, 3, 5, 7, 9 ഇങ്ങനെ പോകുന്ന ഒരു ശ്രേണിയാണ് ഓഡ് നമ്പേഴ്സ്. അടുത്തത് അഭാജ്യ സംഖ്യകൾ അഥവാ പ്രൈം നമ്പേഴ്സ്. ഒരു സംഖ്യയുടെ ഘടകങ്ങൾ 1ഉം ആ സംഖ്യയും മാത്രം വന്നാൽ അതെന്താണ്, ഒരു അഭാജ്യ സംഖ്യ അഥവാ പ്രൈം നമ്പർ ആണ്. ഒരു സംഖ്യയുടെ ഘടകങ്ങൾ 1ഉം ആ സംഖ്യയും മാത്രം വരുമ്പോഴാണ് അതിനെ ഒരു പ്രൈം നമ്പർ അഥവാ അഭാജ്യ സംഖ്യ എന്ന് വിളിക്കുന്നത്. അടുത്തത് കോമ്പോസിറ്റ് നമ്പേഴ്സ് അഥവാ ഭാജ്യ സംഖ്യകൾ. 2ൽ കൂടുതൽ ഘടകങ്ങളുള്ള സംഖ്യകളാണ് ഭാജ്യ സംഖ്യകൾ. കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്താണ്, 2ൽ കൂടുതൽ ഘടകങ്ങളുള്ള സംഖ്യകളെയാണ് ഭാജ്യ സംഖ്യകൾ എന്ന് പറയുന്നത്. 4, 6, 8, 9 തുടങ്ങിയവയാണ് ഭാജ്യ സംഖ്യകൾ. അടുത്തത് കോപ്രൈം നമ്പേഴ്സ്. 2 എണ്ണൽ സംഖ്യകളുടെ HCF 1 ആയാൽ ആ സംഖ്യകളെ നമ്മൾ കോപ്രൈം എന്ന് പറയും. എന്താണ്, 2 എണ്ണൽ സംഖ്യകളുടെ HCF അഥവാ ഉസാഗ 1 ആയാൽ ആ സംഖ്യകളെയാണ് കോപ്രൈം എന്ന് പറയുന്നത്. അടുത്തത് ഇൻറ്റിജേഴ്സ് അഥവാ പൂർണ്ണസംഖ്യകൾ. അഖണ്ഡ സംഖ്യയോടുകൂടി അതായത് ഹോൾ നമ്പറിനോട് കൂടി നെഗറ്റീവ് സംഖ്യകൾ കൂടി ചേരുമ്പോഴാണ് പൂർണ്ണസംഖ്യകൾ കിട്ടുന്നത്. ഹോൾ നമ്പേഴ്സിനോട് കൂടി നെഗറ്റീവ് സംഖ്യകൾ കൂടി ചേരുമ്പോൾ എന്ത് ലഭിക്കുന്നു, പൂർണ്ണസംഖ്യകൾ ലഭിക്കുന്നു. -3, -2, -1, 0, 1, 2, 3 ഇങ്ങനെയൊക്കെ പോകുന്ന സംഖ്യകൾ, അതായത് നെഗറ്റീവും സീറോയും പോസിറ്റീവും ഇതെല്ലാം കൂടെ ചേർന്നതിനാണ് നമ്മൾ പൂർണ്ണസംഖ്യകൾ അഥവാ ഇൻറ്റിജേഴ്സ് എന്ന് പറയുന്നത്. അടുത്തത് പെർഫെക്റ്റ് നമ്പേഴ്സ് അഥവാ പരിപൂർണ സംഖ്യകൾ. ഒരു സംഖ്യയുടെ ആ സംഖ്യ ഒഴികെയുള്ള ഘടകങ്ങളുടെ തുക. എന്താണ്, ഒരു സംഖ്യയുടെ ആ സംഖ്യ ഒഴികെയുള്ള ഘടകങ്ങൾ അഥവാ ഫാക്ടേഴ്സ് അവയുടെ തുക സംഖ്യയ്ക്ക് തുല്യമായാൽ അത്തരം സംഖ്യകളാണ് പരിപൂർണ സംഖ്യ അഥവാ പെർഫെക്റ്റ് നമ്പർ. ഒരു സംഖ്യയുടെ ആ സംഖ്യ ഒഴികെയുള്ള ഫാക്ടേഴ്സിൻ്റെ തുക സംഖ്യയ്ക്ക് തുല്യമായാൽ അത്തരം സംഖ്യകളാണ് പരിപൂർണ സംഖ്യകൾ. ഫോർ എക്സാമ്പിൾ 6, 28, 496 ഇങ്ങനെ പോകും. ഇപ്പോൾ ഇതിൽ ഈ 2 അക്കങ്ങളുള്ള പരിപൂർണ സംഖ്യ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 28 ആണ്. 3 അക്കങ്ങളുള്ള പരിപൂർണ സംഖ്യ ചോദിച്ചാൽ 496 ആണ്. 4 അക്കങ്ങളുള്ള പരിപൂർണ സംഖ്യ ചോദിച്ചാൽ 8128. ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ തുക, അതായത് ആദ്യത്തെ n നാച്ചുറൽ നമ്പേഴ്സിൻ്റെ തുക ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് 1 + 2 + 3 + എക്സെട്ര + n, അത് എത്രയാണ്, n × n + 1/2 ആണ്. ഇനി ആദ്യത്തെ n ഒറ്റ സംഖ്യകളുടെ തുക, അതായത് n ഓഡ് നമ്പേഴ്സിൻ്റെ തുക ചോദിച്ചു കഴിഞ്ഞാൽ n² ആണ്. ആദ്യത്തെ n ഇരട്ട സംഖ്യകളുടെ തുക ചോദിച്ചു കഴിഞ്ഞാൽ n × n + 1. ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ വർഗങ്ങളുടെ തുക, അതായത് ആദ്യത്തെ n നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സ്ക്വയറിൻ്റെ തുക ചോദിച്ചു കഴിഞ്ഞാൽ n × n + 1 2n + 1 / 6. അതുപോലെ തന്നെ ആദ്യത്തെ n നാച്ചുറൽ നമ്പേഴ്സിൻ്റെ ക്യൂബുകളുടെ തുക ചോദിച്ചു കഴിഞ്ഞാൽ n × n + 1/2 the whole square. സോ പാർട്ട് 1-ൽ നമ്മൾ വളരെ കുറച്ച് കാര്യങ്ങളെ റിവൈസ് ചെയ്തിട്ടുള്ളൂ. ഇക്വേഷൻസ് ഒക്കെ വെച്ചുള്ള പ്രോബ്ലംസ് എല്ലാം നന്നായിട്ട് സോൾവ് ചെയ്ത് പഠിക്കുക. പഠിച്ചതിന് ശേഷം ഇത് റിവിഷന് വേണ്ടി മാത്രം ഈ വീഡിയോ യൂസ് ചെയ്യുക. പാർട്ട് 2-വിൽ നമുക്ക് ബാക്കി പോർഷൻസ് കൂടെ കവർ ചെയ്യാം. സോ താങ്ക് യു.